ആലുവ മാർക്കറ്റ് റോഡിൽ കത്തിക്കുത്ത്. മേൽപ്പാലത്തിനടിയിൽ കഴിയുന്ന 45-കാരന് കുത്തേറ്റു. പിന്നിൽ മേൽപ്പാലത്തിന് അടിയിൽ കഴിയുന്നവർ തമ്മിലുള്ള തർക്കമെന്നാണ് സൂചന. ഇവർ അവിടെ നിന്ന് ഓടി ഇങ്ങനെ വന്ന് പെടലേക്ക് കൈ വെച്ചിട്ടുണ്ട്. എനിക്കൊരു കത്തിക്കൊന്ന് കുത്തി. അപ്പം പറഞ്ഞ എന്നെ കരുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ, ഞാൻ ഇപ്പം വെച്ച് പോകുക. അപ്പോൾ എവിടെ കുത്തിയെന്ന് ഇപ്പം ഇങ്ങനെ കാണിച്ചു വന്നപ്പോൾ ഇവർക്ക് ചോര ചീറ്റായിരുന്നു. അവിടെ ഇവരുടെ കമ്പനിക്കാരൻ എന്നെയാണോ കുത്തിയത് കൃത്യമായിട്ട് അറിയില്ല. അവൻ്റെ കയ്യിൽ ചെറിയൊരു കത്തി കിടക്കാറുണ്ട് എപ്പോഴും. അതായത് കത്തി ഉണ്ടെന്നൊക്കെ പറയേണ്ട ആൾക്കാർ. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. ആസിഫ്, ആർക്കാണ് കുത്തേറ്റത്? ഇയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? കുത്തിയ ആളെ തിരിച്ചറിയാനായിട്ടുണ്ടോ പോലീസിന്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഇയാളെ കാണുന്നത്. ഓട്ടോ ഡ്രൈവറാണ് ഇയാൾക്ക് കുത്തേറ്റ് നിങ്ങൾ കാണുന്നത്. ഈ ആലുവ മേൽപ്പാലത്തിന് അടിവശത്ത് നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. അങ്ങനെ താമസിക്കുന്നവർ തമ്മിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഇയാൾക്ക് കുത്തേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളുടെ യഥാർത്ഥ പേരും മറ്റു കാര്യങ്ങളും ഈ നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ അറിയില്ല. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇയാൾ ഇവിടെ ഉള്ളയാളാണ്. ഇയാൾക്ക് രാവിലെ കുത്തേൽക്കുകയായിരുന്നു. ഈ കുത്തേറ്റ ആൾ ഓട്ടോ ഡ്രൈവറെ അടുത്ത് വന്ന് കുത്തേറ്റ വിവരം പറയുകയും തന്നെ ആശുപത്രിയിൽ ആക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ഓട്ടോ ഡ്രൈവറും മറ്റൊരു ബൈക്ക് യാത്രക്കാരനും ചേർന്നാണ് ഇയാളെ ഇപ്പോൾ ആശുപത്രിയിലാക്കിയിട്ടുള്ളത്. ഇയാളുടെ ചികിത്സ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പറയുന്നത് ഈ പാലത്തിനടിയിൽ തങ്ങുന്നവർ തമ്മിലുള്ള തർക്കമാണ് ഈ ഒരു കത്തിക്കുത്തിലേക്ക് എത്തിയത് എന്നാണ്. രാത്രികാലങ്ങളിൽ മദ്യപാനവും മറ്റും ഒരുമിച്ച് അവിടെ നടക്കാറുണ്ട് തുടങ്ങിയ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വരികയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പരിശോധനകളൊക്കെ നടക്കാറുള്ള ഒരു സ്ഥലവും കൂടിയാണ്. എന്തായാലും അത് ഇന്ന് രാവിലെയാണ് ഈ ഒരു കത്തിക്കുത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് ആരാണ് കുത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, താങ്ക് യു. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.